ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓണം എക്സാമിൻ്റെ LKGയിലുള്ള കുട്ടികളുടെ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വിത്ത് സ്മോൾ ലെറ്റർ. നമ്മുടെ ക്യാപിറ്റൽ ലെറ്ററിന് മാച്ച് ആയിട്ടുള്ള സ്മോൾ ലെറ്റർ അതിന് മാച്ച് ചെയ്യുക എന്നതാണ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ എ ആണ്, ഇത് സ്മോൾ ലെറ്റർ എ ആണ്. അപ്പം ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ അതിന് അനുയോജ്യമായി വരക്കുക എന്നതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് പ്രതീക്ഷിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇത് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ്, ഇത് സ്മോൾ ലെറ്റർ എഫ് എവിടെയുള്ള നോക്കുക, എന്നിട്ട് അതിന് മാച്ച് ചെയ്ത് വരക്കുക. അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ജി, ഇതിൽ സ്മോൾ ലെറ്റർ ജി എവിടെയുള്ള നോക്കുക, അതിന് മാച്ചായിട്ട് വരക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ബി, ഇതിൻ്റെ സ്മോൾ ലെറ്റർ ബി എവിടെയുള്ള നോക്കുക, അതിന് മാച്ചായിട്ട് വരക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സർക്കിൾ ദ ലെറ്റേഴ്സ് എ, ഇ, എഫ്, ജി, എ, ഇ. ഇതിൽ പറയുന്നത് ഇവിടെ ഇപ്പോൾ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സിന് സർക്കിൾ ചെയ്യുക എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എയും എഫും ജിയും എ, ഇ എന്നീ ലെറ്ററുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആ ലെറ്റർ ഇവിടെ സർക്കിൾ ചെയ്യുക എന്നതാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എ നോക്കാം. ഇതിലെവിടെയാണ് ക്യാപിറ്റൽ ലെറ്റർ എ ഉള്ളത്? ഇവിടെ ഉണ്ടല്ലേ, അതിന് സർക്കിൾ ചെയ്യുക. അതുപോലെ തന്നെ താഴെ നോക്കുക, താഴെ ഇവിടെ ഉണ്ടല്ലേ, അവിടെ സർക്കിൾ ചെയ്യുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ഇ, അതെവിടെയുള്ളത്? ഇവിടെ ഉണ്ടല്ലേ, അതിന് സർക്കിൾ ചെയ്യുക. ഇനി എവിടെയുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ഇ? ഇനി എവിടെയും ഇല്ല അല്ലേ. ഇനി ക്യാപിറ്റൽ ലെറ്റർ എഫ്, അതെവിടെയുള്ളത്? ക്യാപിറ്റൽ ലെറ്റർ എഫ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ജി, ക്യാപിറ്റൽ ലെറ്റർ ജി എവിടെയുണ്ട്? ഇവിടെ ഉണ്ടല്ലേ, അതിന് സർക്കിൾ ചെയ്യുക. ഇനി എവിടെയുള്ളത്? ഇനി എവിടെയും ഇല്ല. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ എവിടെയുണ്ട്? ഇവിടെ ഉണ്ടല്ലേ, അതിന് സർക്കിൾ ചെയ്യുക. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ഇ, അതെവിടെയുണ്ട്? ഇവിടെ ഉണ്ടല്ലേ, അതിന് സർക്കിൾ ചെയ്യുക. വേറെ എവിടെയില്ല. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് മാച്ച് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വിത്ത് സ്മോൾ ലെറ്റേഴ്സ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് റഫ് നോട്ടിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക, അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തേത് സർക്കിൾ ദ ലെറ്റേഴ്സ് എ, ഇ, എഫ്, ജി, എ, ഇ. എച്ച് വരെയാണ് ഓണം എക്സാമിന് പഠിപ്പിക്കുക. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് റഫ് നോട്ടിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് അവർക്ക് സർക്കിൾ ചെയ്യാൻ പറ്റുമോ, അവർക്ക് ലെറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് എ ടു എച്ച്, എ മുതൽ എച്ച് വരെ റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടുണ്ടാവും. അപ്പം എ തൊട്ടിട്ട് എച്ച് വരെ കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കുക. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റൈറ്റ് എ ടു എച്ച്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും, അത് പ്രതീക്ഷിക്കാം. അപ്പം എ തൊട്ടിട്ട് എച്ച് വരെ കുട്ടികളെ എഴുതാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. അങ്ങനെ ഫോർത്ത് ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റ് മിസ്സിങ് ലെറ്റേഴ്സ്. അപ്പം കുട്ടികൾക്ക് ഫസ്റ്റ് അക്ഷരങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ, ലെറ്റേഴ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ എഴുതാനും അതുപോലെ തന്നെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോർത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പം റൈറ്റ് മിസ്സിങ് ലെറ്റേഴ്സ്, ഇതിലുള്ള മിസ്സായ ലെറ്റേഴ്സ് എഴുതുക. എ ഉണ്ട്, സി ഉണ്ട്. അപ്പം എ ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ നോക്കാം. ഇവിടെ എയും ഉണ്ട്, സിയും ഉണ്ട്. അതിൻ്റെ നടുവിലുള്ള ലെറ്റർ ഏതാ? ബി. അപ്പം ഇവിടെ ബി എഴുതുക. അതുപോലെ തന്നെ ഇ ഉണ്ട്. ഇനി ഇ ഉണ്ട്, ഇ കഴിഞ്ഞിട്ട് രണ്ട് ലെറ്റേഴ്സ് മിസ്സിങ് ആണ്. അപ്പോൾ ആ രണ്ട് ലെറ്റേഴ്സ് നമുക്ക് എഴുതണം. ഇ കഴിഞ്ഞിട്ട് നോക്കിയാൽ, ഇവിടെ നോക്കിയാൽ ഇ കഴിഞ്ഞിട്ട് എഫ്, ജി അല്ലേ, എഫ്, ജി. അപ്പം എഫ്, ജി ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എഫ്, ജി ഉണ്ട്. നമുക്ക് ഈ ലെറ്റേഴ്സ് മിസ്സിങ് ആണ്, ഈ ലെറ്റർ മിസ്സിങ് ആണ്. അപ്പം എഫ്, ജി, എച്ച്. അപ്പോൾ ലാസ്റ്റത്തെ ലെറ്റർ
എച്ച്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഫസ്റ്റ് അവർക്ക് ലെറ്റേഴ്സ് അറിയണം, ലെറ്റേഴ്സ് എഴുതാൻ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഐഡൻറ്റിഫൈ ദ പിക്ചേഴ്സ്. ഒരു പിക്ചർ കാണിക്കും. ഇപ്പം എക്സാമ്പിൾ ഒരു ആപ്പിളിൻ്റെ പിക്ചറാണെന്ന് വിചാരിച്ചോ. ഈ ഒരു പിക്ചർ കാണിച്ചിട്ട് ഇത് പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ബോളിൻ്റെ ഇത് കാണിച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ കാറ് കാണിച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഐഡൻറ്റിഫൈ ദ പിക്ചേഴ്സ്. ഇനി റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ. ഇങ്ങനെ ഒരു ഫോട്ടോ കാണിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ബോളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ബോളാവുമ്പം ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ബോളാവുമ്പം ബി ആണ്. അപ്പം ഇവിടെ ബി എഴുതണം. അതുപോലെ തന്നെ ഇത് ആപ്പിളാണ്, അപ്പോൾ ആപ്പിളാകുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എ. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പിക്ചേഴ്സ് അവർ പഠിക്കും അല്ലേ. അപ്പം എ ലെറ്റർ ആണെങ്കിൽ എ ലെറ്ററിനനുസരിച്ചിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് അവർ പഠിക്കും. ഇപ്പം എ ഫോർ ആപ്പിൾ, എ ഫോർ ആൻഡ്, എ ഫോർ ആം, എ ഫോർ എയറോപ്ലെയിൻ. ഇങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് അവർ പഠിക്കും. അപ്പോൾ അവർക്ക് ആ പിക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റണം. അത് എ ലെറ്ററിൽ വരുന്ന ആപ്പിളാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പറ്റണം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് വരുന്നത് കപ്പാണ്. കപ്പിലുള്ള ഫസ്റ്റ് ലെറ്റർ സി ആണല്ലേ. സി ഫോർ കപ്പ്. ഇതെന്താണ്? ഇത് ഗ്രേപ്സ് ആണ്, മുന്തിരിയാണ്. അപ്പോൾ മുന്തിരിയിലുള്ള ഫസ്റ്റ് ലെറ്റർ ജി ആണല്ലേ. ജി ഫോർ ഗ്രേപ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മാച്ചിങ് വിത്ത് പിക്ചേഴ്സ്. ഇങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ടാവും. ഒരു 3-4 പിക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാച്ചിങ് ലെറ്റേഴ്സ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് മാച്ച് ചെയ്ത് വരയ്ക്കാനാണ് പറയുന്നത്. ഇതെന്താണ്? ഫ്ലവർ ആണല്ലേ. ഫ്ലവർ. അപ്പോൾ ഫ്ലവറിന് മാച്ച് ആയിട്ടുള്ള ലെറ്റർ എന്താ? എഫ് ഫോർ ഫ്ലവർ. പഠിച്ചിട്ടില്ലേ? എഫ് ഫോർ ഫ്ലവർ. ഇതാ ഇങ്ങനെയുള്ള പിക്ചേഴ്സിൽ ഒരുപാട് മാച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് മാച്ച് ചെയ്തിട്ട് വരക്കാൻ വേണ്ടിയിട്ട് വരും. ഇതാ എഫ് ഫോർ ഫ്ലവർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതെന്താണ്? ഇത് ആപ്പിളാണ്. അപ്പം എ ഫോർ ആപ്പിൾ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ കുട്ടികൾക്ക് പിക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതുപോലെ തന്നെ ലെറ്റേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി 7th ക്വസ്റ്റ്യൻ ആണ് സർക്കിൾ ദ കറക്റ്റ് പെയർ. ഇതിലുള്ള കറക്റ്റ് പെയർ സർക്കിൾ ചെയ്യുക. ഇത് നോക്കിയ മക്കളെ, ഇത് സി ആണല്ലേ. സീൻ്റെ സ്മോൾ ലെറ്റർ ഏതാണ്? സി. അപ്പം ഇത് ക്യാപിറ്റൽ സി. ഇത് ഏതാണ് ലെറ്റർ? ഇത് സ്മോൾ ലെറ്റർ ഇ അല്ലേ. ബേബി ലെറ്റർ എന്ന് പറയും. ബേബി ലെറ്റർ ഇ. അപ്പോൾ ഇത് രണ്ടും മാച്ചാണോ? അല്ല അല്ലേ. ഇത് മാച്ചല്ല. ഇനി നമുക്കിത് മാച്ചാ നോക്കിയാലോ. ഇത് ക്യാപിറ്റൽ ലെറ്റർ എ അല്ലേ. മമ്മ ലെറ്റർ എ എന്ന് പറയും അല്ലേ. ഇത് സ്മോൾ ലെറ്റർ എ, ബേബി ലെറ്റർ എ. അപ്പോൾ ഇത് രണ്ടും മാച്ചല്ലേ. അപ്പോൾ ഇതിന് സർക്കിൾ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സർക്കിൾ വരക്കാം. അതുപോലെ തന്നെ ഇത് എഫ് ആണല്ലേ. ഇത് എഫ്. ഇതോ? ഇത് ജി. അപ്പം ഇത് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ക്യാപിറ്റൽ ലെറ്റർ എഫിൻ്റെ സ്മോൾ ലെറ്റർ ആണോ ഇത്? അല്ല. അപ്പം ഇത് തെറ്റാണല്ലേ. ഇത് കറക്റ്റ് പെയറല്ല. ഇനി ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി, ഇത് സ്മോൾ ലെറ്റർ ബി അല്ലേ. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇതിന് നമുക്ക് സർക്കിൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ആണ് 8th വണ്ണാണ് ഐഡൻറ്റിഫൈ ദ സെയിം ലെറ്റർ. ഇവിടെ എ ലെറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ എ ലെറ്ററിൻ്റെ സെയിം ലെറ്റർ ഇവിടെ എവിടെയോ ഉണ്ട്. അതേതാണ്? അതിന് ടിക്ക് ചെയ്യുക. ഐഡൻറ്റിഫൈ എ അല്ലേ. ഇത് ഡി ആണ്. സ്മോൾ ലെറ്റർ ഡി, ബേബി ലെറ്റർ ഡി എന്നെല്ലാം പറയും അല്ലേ. ഇത് ഇവിടെ എവിടെയോ ഡി ഉണ്ട്. അതെവിടെയാണ്? ഇവിടെ അല്ലേ. അതിന് ടിക്ക് ചെയ്യുക.
അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കുട്ടികൾ ഒരുപാട് റൈംസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു റൈം പാടാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു റൈം കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ഇത്രയെല്ലാമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.